യെസ് മക്കളെ, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമായി. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നതും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ്. 2026 മെയ്യിൽ വരുന്ന മാർച്ചിൽ വരുന്ന നിങ്ങളുടെ എക്സാമിന്, മെയ്യിലല്ല മാർച്ചിൽ വരുന്ന നിങ്ങളുടെ എക്സാമിന് സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ 7 മാർക്ക് മുതൽ 8 മാർക്ക് വരെ റേഞ്ചിൽ മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സീറോ വെക്റ്റർ അല്ലെങ്കിൽ നൾ വെക്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സീറോ വെക്റ്റർ അല്ലെങ്കിൽ നൾ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന് എന്തായാലും ഒരു മാഗ്നിറ്റ്യൂഡും വേണം, ഒരു ഡയറക്ഷനും വേണം. അപ്പോൾ സീറോ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് സീറോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഇല്ലായുമെങ്കിൽ, ഓക്കെ, സീറോ മാഗ്നിറ്റ്യൂഡും നോ ഡയറക്ഷനും ആണെങ്കിൽ അത്തരം വെക്റ്ററുകളെ വിളിക്കുന്ന പേരാണ് സീറോ വെക്റ്റർ. ഓക്കെ, ഇങ്ങനെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് അത് നിർത്താറില്ല. കൂടെ ഒരു കാര്യം കൂടി ചോദിക്കും, എക്സാമ്പിൾസ് എഴുതാൻ പറയും. സീറോ വെക്റ്ററിനുള്ള എക്സാമ്പിൾസ്. സീറോ വെക്റ്ററിനുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിട്ടിരിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി വെക്റ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ സാധനം അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾ, ആക്സിലറേഷൻ വെക്റ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അവന് ആക്സിലറേഷനും ഇല്ല. ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. വി ടി ഗ്രാഫിലും എ ടി ഗ്രാഫിലും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. ഇനി പൊസിഷൻ വെക്റ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ ഒറിജിൻ. നമ്മളൊരു എക്സ് ആക്സും വൈ ആക്സും ഉള്ള ഒരു ഗ്രാഫ് വരക്കുന്നു. ഗ്രാഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒറിജിൻ. ഈ ഗ്രാഫിൽ O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് ആണ് ഒറിജിൻ. അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 ആയിരിക്കും. അതായത് അവന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അവൻ എക്സ് ആക്സിലേക്കാണോ വൈ ആക്സിലേക്കാണോ ട്രാവൽ ചെയ്യുന്നത് എന്നറിയാത്തത് മൂലം അവന്റെ ഡയറക്ഷനും ഇല്ല, അല്ലെങ്കിൽ സീറോ ഡയറക്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ അവനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സീറോ വെക്റ്റർ എന്ന് വിളിക്കാം. നാലാമത്തെ കാര്യം, ദ ആക്സിലറേഷൻ വെക്റ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാകുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആകും. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. കാരണം A is equal to V minus U all divided by T ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂവും ഇനീഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂവും ഈക്വൽ ആകും. ഈക്വൽ ആയി കഴിഞ്ഞാൽ V മൈനസ് യു ചെയ്യുമ്പോൾ അവിടെ ആൻസർ 0 കിട്ടും. അതുകൊണ്ടാണ് ദ ആക്സിലറേഷൻ വെക്റ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാനുള്ള കാരണം. ഇനി ഈ കൊല്ലം ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിൾ ലോ. ഓക്കെ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പാരലോഗ്രാം ആണെങ്കിൽ കൂടിയും ട്രയാങ്കിൾ ലോയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇഫ് ടു സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ റെപ്രസെന്റ് ടു ഗിവൺ വെക്റ്റേഴ്സ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇൻ സെയിം ഓർഡർ, then the third side of the triangle in reverse order represent the vector sum of vector. B എന്ന് പറയുന്ന വെക്ടറും A എന്ന് പറയുന്ന വെക്ടറും സെയിം ഓർഡറിൽ വരികയും മൂന്നാമത്തെ വശം റിസൾട്ടന്റ് ആയിട്ട് വരികയും ആ വെക്ടർ ഓപ്പോസിറ്റ് ഓർഡറിലുമാണെങ്കിൽ അവിടെയുണ്ടായ വെക്ടർ അഡീഷന് പുറകിലുള്ള ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ ആണ്. മറന്നു പോകരുത് കേട്ടോ. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ റെപ്രസെന്റ് ടു ഗിവൺ വെക്ടേഴ്സ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇൻ സെയിം ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ബിയിൽ നിന്ന് എയിലേക്ക് സെയിം ഓർഡറിലേക്കാണ് പോയത്. റിസൾട്ടന്റ് വെക്ടറിന്റെ ഓർഡർ എന്തായിരിക്കണം? ഇതുപോലെ ഇരിക്കണം കേട്ടോ. റിസൾട്ടന്റ് വെക്ടർ താഴേക്ക് തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ അതും സെയിം ഓർഡർ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ട്. ദെൻ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് ഓർഡർ റെപ്രസെന്റ് ദ വെക്റ്റർ സം ഓഫ് വെക്ടേഴ്സ്. എന്നാൽ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളാരാണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. അവന്റെ ഡെറിവേഷനും സ്ഥിരമായിട്ട് ചോദിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതും നമുക്ക് പഠിച്ചേക്കാം. ഇഫ് ടു അഡ്ജസന്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം റെപ്രസെന്റ് ടു വെക്ടേഴ്സ് in magnitude and direction,
then the diagonal of a parallelogram starting from the point of intersection of two vectors represent the vector sum of two vectors. രണ്ട് വെക്ടറുകൾ കൂടിച്ചേരുന്ന പോയിന്റിൽ നിന്ന് വരക്കുന്ന ഡയഗണലാണ് പാരലോഗ്രാമിൽ റിസൾട്ടന്റ്. ഇപ്പോൾ ഇവൻ ബി വെക്ടർ ആണ്, ഇവന് പാരലായിട്ട് ഒരു ലൈൻ വരക്കുമ്പോൾ ഇവൻ ബി വെക്ടർ ആയിട്ട് മാറി. ഇവൻ എ വെക്ടർ ആണ്, ഇവന് പാരലായിട്ട് ഒരു ലൈൻ വരക്കുമ്പോൾ ഇവൻ എ വെക്ടർ ആയി. അങ്ങനെ അവനൊരു പാരലോഗ്രാം ആയിട്ട് മാറി. രണ്ട് പോയിന്റുകൾ കൂടിച്ചേരുന്ന പോയിന്റിൽ നിന്ന് വരക്കുന്ന ഡയഗണലാണ് പാരലോഗ്രാമിലെ റിസൾട്ടന്റ്. മറന്നു പോകരുത് കേട്ടാ, പാരലോഗ്രാമിലെ റിസൾട്ടന്റ്. ഓക്കെ, എന്നാൽ നമ്മളെ പ്രതീക്ഷിക്കുന്ന എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ, ഓക്കെ, എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ റിസൾട്ടന്റ് വെക്ടർ. തന്നിരിക്കുന്ന പാരലോഗ്രാമിന്റെ റിസൾട്ടന്റും അതോടൊപ്പം തന്നെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഒരു പാരലോഗ്രാം വരക്കണം. വെക്ടർ എ, വെക്ടർ ബി, റിസൾട്ടന്റ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതിനുശേഷം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടന്റിനും എക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ആൽഫ. അപ്പോൾ രണ്ട് ആംഗിൾസ് മാർക്ക് ചെയ്തു. പാരലോഗ്രാമിന് ഒരു പേര് കൊടുക്കുന്നു, ഒ പി ക്യു എസ്. ഓക്കെ, ഒ പി ക്യു എസ്. എസിൽ നിന്ന് ഒരു നോർമൽ വരക്കുന്നു, ഒ പിയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒ പിയും എസും കൂടി ചേരുന്ന പോയിന്റ്, എസിൽ നിന്ന് വരച്ച നോർമലും ഒ പിയും തമ്മിൽ ചേരുന്ന പോയിന്റിനെ എൻ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾസുകളെല്ലാം തുല്യമായിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവൻ വെക്ടർ എ ആണെങ്കിൽ ഇവൻ വെക്ടർ എയും, ഇവൻ വെക്ടർ ബി ആണെങ്കിൽ ദാ ഇവൻ വെക്ടർ ബിയും. ഇത് സാറ് പാരലോ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ ആണ്, സോറി, പ്രോപ്പറായിട്ട് പാരലൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അവന്മാർ പാരലലോഗ്രാം ആയിരിക്കും. ബിയുടെ അതേ അളവും മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്ന സൈഡിൽ നിന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ മക്കളെ നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ പി എൻ എസിൽ നിന്ന് കോസ് തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രയാങ്കിൾ പി എൻ എസിൽ നിന്ന് പി എൻ എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ആണ്, ഹൈപ്പോന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് ആണ്. അതുകൊണ്ടാണ് പി എൻ ഡിവൈഡഡ് ബൈ പി എസ് എന്ന് വന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കും? പി എൻ കണ്ടുപിടിക്കും. പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ പി എസിനെയും കോസ് തീറ്റയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് കോസ് തീറ്റയായിട്ട് മാറി. ഓക്കെ ആണോ? പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് കോസ് തീറ്റയായിട്ട് മാറി. അടുത്ത സ്റ്റെപ്പ്, ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സൈൻ തീറ്റ കണ്ടുപിടിക്കണം. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ഡിവൈഡഡ് ബൈ പി എസ് ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കും? എസ് എൻ കണ്ടുപിടിക്കും. എസ് എൻ ഇസ് ഈക്വൽ ടു പി എസ് സൈൻ തീറ്റ. തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഈ കാണുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോമിൽ എഴുതിയേക്കുന്നതാണ് ഈ കാണുന്നത്. പി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ പി എൻ എസിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി വലിയ ട്രയാങ്കിൾ എടുക്കാൻ പോയാണ്. ട്രയാങ്കിൾ ഒ എൻ എസ്. ഒ എൻ എസ് അതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ഒ എൻ എസിലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ എഴുതി. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എൻ സ്ക്വയർ ആണ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ആണ്. അപ്പോൾ ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യം ഈ ഒ എൻ എന്ന് പറയുന്ന ആള്, ഒ എൻ എന്ന് പറയുന്ന ഈ ആള് ഒ പി പ്ലസ് പി എൻ ആണ്. കാരണം ഇവനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒ എന്നിന് ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് പി മുതൽ എൻ വരെയുള്ള ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അവനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നില്ലാട്ടോ ഇവിടെ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് പി എൻ സ്ക്വയർ പ്ലസ്
SN² എന്ന് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ടേമിനെ a+b² എക്സ്പാൻഡ് ചെയ്യുന്നു. r² = OP² plus 2OPPN plus PN² plus SN². ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ PN² plus SN² നിങ്ങളിത് എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. PN² plus SN² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PS² ആണ്. ഓക്കെ, അപ്പോൾ PN plus SN പകരം സാർ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? PS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ ആണേ. അടുത്ത സ്റ്റെപ്പിൽ ഈ കിടക്കുന്ന PN പകരം നിങ്ങളുടെ PS cos θ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ PN പകരം PS cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഫിനിഷായി. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് ആണ്? OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്. ഓക്കെ, PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണ്. PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏത് ഡിസ്റ്റൻസ് ആണ്? B ആണ്. OPക്ക് പകരം A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PS പകരം B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനായി r² = a² plus 2ab cos θ plus b². ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടത് എന്ത് ഇക്വേഷനാണ്? r² ഇക്വേഷൻ അല്ല, r ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സ്ക്വയറിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സ്ക്വയറിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ക്വയർ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. r = √a² plus b² 2ab cos θ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഡയറക്ഷൻ ആണ് വേണ്ടത്. റിസൾട്ടന്റ് കിട്ടി, ഇനി വേണ്ടത് നമുക്ക് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ? θ = tan inverse y/x ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ സാറ് എഴുതുന്നു tan ആൽഫ, ഓക്കെ, tan x എന്നാണ് എടുത്തേക്കണം. tan x = y ആക്സിസ് ആയ SN / x ആക്സിസ് ആയ ON ആണ് എഴുതേണ്ടത്. ആ ON പകരം OP plus PN എന്ന് എഴുതി. ഓക്കെ, OP plus PN എന്ന് എഴുതി. SN PS sin θ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. PN PS cos θ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് രണ്ടും സാറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? PS പകരം ഫിഗറിൽ നിന്ന് B എന്ന വാല്യൂവും OPക്ക് പകരം ഫിഗറിൽ നിന്ന് A എന്ന് പറയുന്ന വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. tan alpha = b sin θ / a plus b cos θ. നമുക്ക് വേണ്ടത് tan ആൽഫയുടെ വാല്യൂ അല്ല, പകരം ആൽഫയുടെ വാല്യൂ ആണ്. ആൽഫ = ടാനിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ tan ഇൻവേഴ്സ് ആകുന്നു. tan ഇൻവേഴ്സ് b sin θ / a plus b cos θ. ഓക്കെ അല്ലേ? ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, രണ്ട് ഇക്വേഷൻസും ഓർത്തിരിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r = √a² plus b² 2ab cos θ. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ = tan ഇൻവേഴ്സ് b sin θ / a plus b cos θ. ഷോർട്ട് ക്വസ്റ്റ്യൻ കേട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാം. 3 പ്രധാനപ്പെട്ട ഡെറിവേഷനുകളാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന മോഷൻ ഇൻ എ പ്ലെയിനിലെ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ മെയിൻ ആയിട്ട് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെക്ടർ, പ്രൊജക്റ്റൈൽ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ. അതിൽ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനപ്പെട്ട 3 ഡെറിവേഷനുകൾ: മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സിമം ഹൈറ്റിനെ പറ്റിയാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ വെക്ടർ റെസൊല്യൂഷൻ പ്രകാരം അവന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ u cos θ എന്നും വെർട്ടിക്കൽ കമ്പോണന്റിനെ u sin θ എന്നും നമ്മൾ ആദ്യമേ നോട്ട് ചെയ്തു. ഒബ്ജക്റ്റ് മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ അവന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 0 ആകും. പക്ഷേ ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos θ ആയിട്ട് തന്നെ തുടരും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് മാക്സിമം ഹൈറ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ എന്താണ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ എബവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് കയ്യിലിരിക്കുന്ന ഒരു പ്രൊജക്ടൈലിന് കിട്ടാവുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഇനി അവന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സാർ നേരത്തെ പറഞ്ഞു, അവിടെയും നിങ്ങളൊരു മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ. ഓക്കെ, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് പ്ലെയിൻ ആണ്.
അവിടെ ഒരു ആക്സിസ് മതി, ഇവിടെ 2 ആക്സിസ് വരും. ഓക്കെ, നോക്കിക്കോണേ. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാ ഫിഗറിലുണ്ട്, യു സൈൻ തീറ്റയാണ്. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 0 ആണ്. ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോഴുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഗ്രാവിറ്റിയെ ഒപ്പോസ് ചെയ്താണ് അവൻ മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -g ആണ്. ഇനി ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ്, ദാ ഈ ഡിസ്പ്ലേസ്മെന്റ് അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ്. ഡിസ്പ്ലേസ്മെന്റിനെ എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആയതുകൊണ്ട് എസ്സിനെ നമ്മൾ എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എടുക്കുക. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് v² = u² + 2as. ഈ ഇക്വേഷനിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0² കാരണം വിക്ക് പകരം നിങ്ങൾ 0 കണ്ടുപിടിച്ചാണ്. ഓക്കെ, u² sin² θ പ്ലസ് 2 × -gh. ഇനി എന്ത് ചെയ്യാം? 2 × -gh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2gh ആണ്. അവനെ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 2gh = u² sin² θ ആണെങ്കിൽ h കൂടെ മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന 2gയെ താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. h = u² sin² θ / 2g. സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചപ്പോൾ എന്തുണ്ടായില്ല? ഈ sin² θ ഉണ്ടായിരുന്നില്ല, പകരം h = u² / 2g ആയിരുന്നു. മാക്സിമം ഹൈറ്റ് എല്ലാ വർഷത്തെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, അതോടൊപ്പം തന്നെ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എടുക്കുക. ആക്സിലറേഷന് പകരം -g എന്ന് എടുക്കുക, ഡിസ്പ്ലേസ്മെന്റിന് പകരം h എടുക്കുക. v² = u² + 2as എന്ന് പറയുന്ന കൈനമാറ്റിക് ഇക്വേഷനിൽ ആദ്യം കണ്ടുപിടിച്ച ഗിവൺ ഡാറ്റകളെല്ലാം അപ്ലൈ ചെയ്യുക. ഫൈനൽ ഇക്വേഷൻ h = u² sin² θ / 2g എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതാ നമ്മളുടെ കയ്യിൽ നേരത്തെ വരച്ച സെയിം ഗ്രാഫ് തന്നെയുണ്ട്. പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ്ങിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ടേക്കൺ ബൈ എ പ്രൊജക്ടൈൽ ടു റീച്ച് ബാക്ക് ദ സെയിം ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. എവിടെ നിന്നാണോ ഒരു ഒബ്ജക്റ്റ് അവന്റെ ട്രാവൽ ആരംഭിക്കുന്നത് അതേ പ്ലെയിനിൽ തന്നെ തിരിച്ചെത്താൻ ആ പ്രൊജക്ടൈലിനെ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. എന്നാൽ മോഷനിനെ സ്ട്രെയിറ്റ് ലൈനിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അവിടെ പ്ലെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല, പകരം എന്താണുള്ളത്? അവിടെ ഉള്ളത് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ആക്സിസ് മാത്രമുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെയും നമ്മൾ ആദ്യം എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ആണ്. അത് u sin θ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചാണ്. ഇനി എവിടെ നിന്ന് ആരംഭിക്കുന്നുവോ അവിടെ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 0. ഓക്കെ അല്ലേ? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകും, പൊന്തിയിട്ട് വേണം താഴേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ ആക്സിലറേഷന്റെ വാല്യൂ -g. ഓക്കെ അല്ലേ? ആക്സിലറേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -g. ഇനി എന്താ വേണ്ട? ടൈമാണ് വേണ്ടത്. ആ ടൈമിനെ T എന്ന് എടുക്കുന്നു. ഓക്കെ അല്ലേ? എനിക്കറിയാവുന്ന കൈനമാറ്റിക് ഇക്വേഷൻ ആയ s = ut + ½ at² എടുക്കുന്നു. s = ut + ½ at². യുവിന് പകരം u sin θ, ടിക്ക് പകരം T, എക്ക് പകരം -g, എസിന് പകരം 0. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ½ -12 ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ½ tu sin θ ആണ്. ദാ ഇവിടെ ഒരു t² ഉണ്ട്, ഇവിടെ ഒരു t ഉണ്ട്, ഒരുപോലെയുള്ളവരെ കട്ട് ചെയ്ത് കളയുന്നു. ഹാഫിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2/1 എന്നാകും. ഓക്കെ, g കൂടെ മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്നു, അവനെ താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ഫൈനലി ദ ഇക്വേഷൻ is equal to t is equal to 2u sin θ all divided by g. മറന്നു പോകരുത്, t is equal to 2u sin θ all divided by g. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, പ്രൊജക്ടൈൽ മോഷനിലെ ലാസ്റ്റ് ഡെറിവേഷൻ വേറൊന്നുമല്ല, ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. 2 കാര്യങ്ങൾ നിങ്ങൾ വെർട്ടിക്കലി പഠിച്ചെങ്കിൽ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഹൊറിസോണ്ടലി ആണ്. ഓക്കെ, ഹൊറിസോണ്ടലി ആണ് നിങ്ങൾക്ക് മൂന്നാമത്തെ കാര്യം പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ ആണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാലോ.
ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് കിട്ടാവുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ പ്രൊജക്ടൈൽ ഡ്യൂറിങ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് ബോളിനെ ഹിറ്റ് ചെയ്യുമ്പോൾ അത് 6 പോവുകയാണ്. 6 പോയ സമയത്ത് അമ്പയർ 6 കാണിക്കുന്നതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ ആ ബോൾ പോയ ഡിസ്റ്റൻസ് കാണിക്കും. 93 മീറ്റർ, 90 മീറ്റർ, 101 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതായത് ഒരു ഒബ്ജക്റ്റിന് കിട്ടാവുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണത്. അതായത് ആ ബോളിന്റെ റേഞ്ച്. ഓക്കെ, അതാണ് ആ ബോളിന്റെ റേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നു, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കോസ് തീറ്റയാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആയ 2u sin theta by g ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, 2u sin theta by g ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നോക്കിയേ, യുവും യുവും വന്നു കഴിഞ്ഞാൽ അത് യു സ്ക്വയർ, യുവും യുവും വന്നു കഴിഞ്ഞാൽ അത് യു സ്ക്വയർ. ബാക്കി 2 ഉണ്ട്, സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട് അല്ലേ. യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ജി. 2 സൈൻ തീറ്റ കോസ് തീറ്റ നിങ്ങൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന മാത്സിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ 2 തീറ്റയാണ്. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന വാല്യൂവിന് പകരം സാറിന് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ജി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും എന്ന് ചോദിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 45 ഡിഗ്രി മറന്നു പോകരുത് കേട്ടോ. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും എന്ന് ചോദിക്കും. അത് 45 ഡിഗ്രി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് മാക്സിമം ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്. മാക്സിമം ഹൈറ്റ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ പകുതിയാണ്. എച്ച് ഇസ് ഈക്വൽ ടു r/2 ആകുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എച്ചിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്. ഓക്കെ, ആറിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ്. ഡിവൈഡഡ് ബൈ 2 ഉള്ളത് കൊണ്ടാണ് ദാ ഇവിടെയും ഒരു ഡിവൈഡഡ് ബൈ 2 ഇട്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഒരുപോലെയുള്ളവരെ കട്ട് ചെയ്യാം. യു സ്ക്വയറും കട്ടായി, 2gയും 2gയും കട്ടായി. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് കിട്ടി. ഇനി സൈൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അങ്ങനെ സൈൻ 2 തീറ്റക്ക് പകരം 2 സൈൻ തീറ്റ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റയിലെ ഒരു സൈൻ തീറ്റയും 2 സൈൻ തീറ്റ കോസ് തീറ്റയിലെ ഒരു സൈൻ തീറ്റയും തമ്മിൽ ക്യാൻസൽ ആയി പോയി. എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, കോസ് തീറ്റയെ താഴെ വന്ന് ഡിവൈഡ് ചെയ്യണം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ടാൻ തീറ്റ. ടാൻ തീറ്റയുടെ വാല്യൂ ആണ് യഥാർത്ഥത്തിൽ 2. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ടാനിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ടാനിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് 2 ആണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 63.43 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കൃത്യമായി ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയാണോ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് പരാബോള. അതായത് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യുമ്പോൾ അവനുണ്ടാക്കുന്ന ആ ഡയറക്ഷൻ അല്ലെ, ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരാബോളിക് പാത്താണ്. അത് പരാബോളിക് പാത്താണെന്ന് പ്രൂവ് ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോണ. ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ചു. ഒറിജിനിൽ നിന്ന് ദാ ഒരു ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഒരു പരാബോളിക് പാത്ത് സാറ് വരച്ചു. ഓക്കെ, സാറ് ദാ ഈ ഇരിക്കുന്ന ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്തു.
ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ആണ്. ഓക്കെ, കോർഡിനേറ്റ്സിന്റെ പോയിന്റുകൾ എക്സ് വൈ ആണ്. അതായത് എക്സ് കോർഡിനേറ്റിൽ അവന് എക്സ് ഡിസ്പ്ലേസ്മെന്റും വൈയിൽ അവന് വൈ ഡിസ്പ്ലേസ്മെന്റും, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ 1 2 എന്നാണെങ്കിൽ എക്സ് ആക്സിൽ അവൻ 1 മീറ്ററും വൈ ആക്സിൽ അവൻ 2 മീറ്ററും ട്രാവൽ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിലെയും വൈ ആക്സിലെയും വാല്യൂസ് നമുക്ക് കിട്ടി. ഓക്കെ ആണ്. ഇവൻ ഇവിടെ വരെ എത്താനെടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടി സെക്കൻഡ്സ് ആണ്. ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ആണ്. എപ്പോഴും നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയെ യു ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആസ് പെർ വെക്റ്റർ റെസൊല്യൂഷൻ അവനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടാകും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു സൈൻ തീറ്റയും ആയിരിക്കും. ഇനി സാർ ഇവിടുത്തെ ഹൊറിസോണ്ടൽ മോഷനെയും വെർട്ടിക്കൽ മോഷനെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ വേണം. ഹൊറിസോണ്ടൽ മോഷനിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണം. ഈ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയ യു കോസ് തീറ്റ ഇൻറ്റു ടൈം. അതാണ് എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് എഴുതിയത്. അതിൽ നിന്ന് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ടി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. അവിടെ കഴിഞ്ഞു. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. വെർട്ടിക്കൽ മോഷനെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. വെർട്ടിക്കൽ മോഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പൊസിഷൻ ടൈം റിലേഷൻ എഴുതി. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇവിടുത്തെ എസ്സിന് പകരം ഡിസ്പ്ലേസ്മെന്റ് ആയ എസ്സിന് പകരം വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു ആയ ഇനീഷ്യൽ വെലോസിറ്റിക്ക് പകരം ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി കമ്പോണന്റ് ആയ യു സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടിക്ക് പകരം നിങ്ങൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആയ എക്സ് ബൈ യു കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ മൈനസ് വരാനുള്ള കാരണം, അടുത്ത ഡൗട്ട് അതായിരിക്കുള്ളൂ, മൈനസ് വരാനുള്ള കാരണം ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ അവൻ ആക്സിലറേഷൻ ഒപ്പോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി നെഗറ്റീവ് എന്നേ നിങ്ങൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഹാഫ് മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഓൾ സ്ക്വയർ. കാരണം എ ടി സ്ക്വയർ എന്നല്ലേ, അപ്പോൾ ടിയുടെ സ്ക്വയറിന് പകരം നിങ്ങൾ കണ്ടുപിടിച്ച എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതണം. അടുത്ത സ്റ്റെപ്പിൽ ഒരുപോലെ ഉള്ളവരെയൊക്കെ നിങ്ങൾക്ക് കളയാം. ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്, അവന്മാർ തമ്മിൽ കട്ടായി പോയി. ഇവിടെ ഒരു സൈൻ തീറ്റ, ഇവിടെ താഴെ ഒരു ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? അത് ടാൻ തീറ്റ കിട്ടും. അതാണ് എക്സ് ഇൻറ്റു ടാൻ തീറ്റ എന്ന് വരാനുള്ള കാരണം. ഓക്കെ, തൊട്ടിപ്പുറത്ത് മൈനസ്. ഓക്കെ, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, ഹാഫ് അതുപോലെ തന്നെ നിർത്തി, ജീന മുകളിൽ എഴുതി, ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ദ ഓൾ സ്ക്വയർ. ഇത്ര ഉള്ളു കാര്യം. ഓക്കെ, ഇത്രയും എഴുതി കഴിയുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും വെച്ച് നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പരാബോളയുടെ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി എക്സ് സ്ക്വയർ ആണ്. ഈ ടാൻ തീറ്റയെ സാർ എയും ഈ ഹാഫ് ജി ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടൈമിനെ സാർ ബിയുമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എ ഇൻറ്റു എക്സ് ആയി, മൈനസ് ഈ ടീം ബി ആണ്. ഇത്രയും വരുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ആണ്. അവൻ ബി എക്സ് സ്ക്വയറിന് തുല്യമായി. ഓക്കെ, സാർ ഈ ബോക്സിൽ ഇട്ടേക്കണതിനെ മക്കൾ എന്തെന്ന് ചിന്തിക്കണം. അവൻ ഒരാള് ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ഹാഫ് ജി ഇൻറ്റു യു ബൈ കോസ് തീറ്റ ഹോൾ സ്ക്വയറിനെ ബിയുമായിട്ട് കൺസിഡർ ചെയ്താൽ ദേ നോക്കി എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് സ്ക്വയർ. അതല്ലേ പരാബോളയുടെ ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ ഈ കിടക്കുന്ന ഇക്വേഷൻ പരാബോളയുടെ ഇക്വേഷനോട് സിമിലർ ആയതുകൊണ്ട് അവൻ പരാബോളിക് പാത്തിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരെ ചോദിക്കുന്നതാണ്. 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെ ഈ ഡെറിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സാർ ഒരു സർക്കുലർ പാത്ത് വരക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഒരു റേഡിയസ് വരക്കുന്നുണ്ട്.
റേഡിയസിനെ സാർ ആർ വെക്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ റേഡിയസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ദാ ഇവിടെ എത്തുമ്പോൾ ആ റേഡിയസ് സാർ ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ആർ വെക്റ്റർ എന്നല്ല ആർ ഡാഷ് വെക്റ്റർ എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റിനെ, ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ സാറ് ഡെൽറ്റ തീറ്റ എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ സാർ ഡെൽറ്റ തീറ്റ എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ദാ ഈ ഇരിക്കുന്ന പോയിന്റിലെ വെലോസിറ്റി വെക്ടർ വരക്കണം. അതോടൊപ്പം തന്നെ ആ ഇരിക്കുന്ന ആർ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലെയും വെലോസിറ്റി വെക്ടർ വരക്കണം. വെലോസിറ്റി വെക്ടർ വരക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ടാൻജന്റുകൾ വരച്ച് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് വി എന്ന് പറയുന്ന ഒരു വെക്ടറും വി ഡാഷ് എന്ന് പറയുന്ന ഒരു വെക്ടറും എനിക്ക് കിട്ടി. ഓക്കെ, ഈ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ ഡെൽറ്റ എസ് എന്ന് മാർക്ക് ചെയ്തു. കർവായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ ഡെൽറ്റ എസ് എന്ന് മാർക്ക് ചെയ്തു. ഇനി ദാ ഈ ഇരിക്കുന്ന പോയിന്റ്, നമ്മൾ വെലോസിറ്റി വെക്ടർ വരച്ച ഈ ഇരിക്കുന്ന വി ഡാഷ് എന്ന് പറയുന്ന പോയിന്റും വി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്പ്ലേസ്മെന്റിനെ, ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ ഡെൽറ്റ ആർ വെക്ടർ എന്ന് മാർക്ക് ചെയ്തു. കർവ് ഡെൽറ്റ എസ്, സ്ട്രെയിറ്റ് ലൈൻ ഡെൽറ്റ ആർ വെക്ടർ. എനിക്കറിയാവുന്ന ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതി. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. അടുത്ത സ്റ്റെപ്പിൽ അതിൽ നിന്ന് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു എന്ന് ഞാൻ പറഞ്ഞില്ല. ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ ടിയെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ. ഓക്കെ, അതാണ് എൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ. നിങ്ങൾ മാത്സിൽ പഠിച്ച ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആർക്കിന്റെ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് ഡെൽറ്റ എസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിളായ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ആർ എന്ന് കിട്ടും. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഡെൽറ്റ എസ് എന്ന് പറയുന്ന വാല്യൂവും ഡെൽറ്റ ആർ എന്ന് പറയുന്ന വാല്യൂവും അപ്രോക്സിമേറ്റ്ലി, ഓക്കെ, ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്രോക്സിമേറ്റ്ലി എന്നാണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അതായത് ഡെൽറ്റ എസിന് പകരം സാറിന് എന്തെടുക്കാം? ഡെൽറ്റ ആർ എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആയി ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ രണ്ടും ഡെൽറ്റ തീറ്റയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രണ്ട് വാല്യൂസും എനിക്ക് എന്ത് ചെയ്യാം? തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ആണ്. ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ആണ്. അതിൽ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ആറിനെ ഡെൽറ്റ ടിയുടെ ഭാഗത്തേക്കും ഡെൽറ്റ ടീനെ ആറിന്റെ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ ഒമേഗ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇനി നോക്കുക മക്കളെ, ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അവൻ ലീനിയർ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് പകരം സാറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇക്വേഷനായി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഫിനിഷ്ഡ്. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ. ഫിഗർ പ്രോപ്പറായിട്ട് വരക്കുക, രണ്ട് ഇക്വേഷനുകൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുക, ഇക്വേറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതുക. വളരെ സിമ്പിൾ. ഓക്കെ, ഒരൊറ്റ ഡെറിവേഷനും കൂടി ഈ പറയുന്ന സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഫിഗറിൽ വ്യത്യാസമില്ല, സെയിം ഫിഗർ തന്നെ. ഉള്ളിൽ വന്ന ട്രയാങ്കിളിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, സി പി പി ഡാഷ്. ഇനി ചെയ്യേണ്ട കാര്യം, ഇവിടെ ഉണ്ടായ വെലോസിറ്റി വെക്ടറുകളെ നമ്മളൊന്ന് മാറ്റി ഒന്ന് വരക്കണം. ഓക്കെ, വി എന്ന് പറയുന്ന വെക്ടറിനെയും വി ഡാഷ് എന്ന് പറയുന്ന വെക്ടറിനെയും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരക്കുന്നുണ്ട്. അപ്പോൾ വി എന്ന് പറയുന്ന വെക്ടറായി, വി ഡാഷ് എന്ന് പറയുന്ന വെക്ടറായി. ദാ മൂന്നാമത് വരുന്ന ഈ ഭാഗമാണ് അവിടുത്തെ റിസൾട്ടൻറ്റ്. ഓക്കെ, മൂന്നാമത് വരുന്ന ഈ ഭാഗമാണ് അവിടുത്തെ റിസൾട്ടൻറ്റ്. അതിനെ സാറ് ഡെൽറ്റ വി എന്ന് ഡിനോട്ടും ചെയ്തു. ഓക്കെ,
ഡെൽറ്റ വി വെക്ടർ എന്ന് ഡിനോട്ടും ചെയ്തു. അവന്മാർക്ക് സാറ് പേര് കൊടുത്തു GHI. ആദ്യത്തെ ഉള്ളിലത്തെ ട്രയാങ്കിൾ CPP', ഇത് GHI എന്നും സാറ് ഡിനോട്ട് ചെയ്തു. ഓക്കെ ആണേ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അല്ലേ, ആറിനും R' ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ വിക്കും V' ഇടയിലുള്ള ആംഗിളിനെ സാറ് ഡെൽറ്റ തീറ്റ തന്നെ എടുത്തു. ഓക്കെ ആണേ. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഈ രണ്ട് ട്രയാങ്കിളും തീറ്റ അടക്കം തുല്യമാണ്. ഓക്കെ, ആയതുകൊണ്ട് ഫ്രം ട്രയാങ്കിൾ CPP' ആൻഡ് ട്രയാങ്കിൾ GHI ആർ സിമിലർ. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ തുല്യം അല്ലെങ്കിൽ സിമിലർ ആണെങ്കിൽ അവയുടെ വശങ്ങളും സിമിലർ ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ആർ ബൈ ആറിന് ഈക്വൽ ആണ്. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ബൈ ആറിന് ഈക്വൽ ആണ്. അതിൽ നിന്ന് സാറ് ഡെൽറ്റ വിയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ഈ കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡെൽറ്റ വി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി. ഇനി ഡെൽറ്റ ഉള്ള ടൈമിനെ ഒരുമിച്ച്, ഡെൽറ്റ ഇല്ലാത്ത ടൈമിനെ ഒരുമിച്ച് എഴുതുന്നു. എ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതിന് നിങ്ങൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? വി, ലീനിയർ വെലോസിറ്റി. വി ഇൻറ്റു വി, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഒന്നാമത്തെ ഇക്വേഷനായി എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇതാണ് എൻ്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന വിക്ക് പകരം സാറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയുമുള്ള, മുകളിൽ ഒരു ആർ സ്ക്വയർ ഉണ്ടാവും, താഴെ ഒരു ആർ ഉണ്ടാവും. അപ്പോൾ അവന്മാർ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയി. എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നു, എ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. എ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഇനി ഇവിടെ നിന്ന് നമ്മളോട് എന്തുകൂടി ചോദിച്ചിട്ടുണ്ട്? ഫോഴ്സിന്റെ ഇക്വേഷൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, എം അതുപോലെ തന്നെ നിർത്തുന്നു. എയുടെ ഇക്വേഷൻ ഒരെണ്ണം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഫോഴ്സിന്റെ ഇക്വേഷൻ ആയി മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി നാലാമതൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാനുണ്ട്. മാസ് ഇൻറ്റു ആക്സിലറേഷനിൽ എം അതുപോലെ തന്നെ നിർത്തുന്നു. എയുടെ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എം ആർ ഒമേഗ സ്ക്വയർ. നാലാമത്തെ ഇക്വേഷൻ. വളരെ 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 സിമ്പിൾ. ഓക്കെ, വളരെ വളരെ സിമ്പിൾ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെയും സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെയും ഇക്വേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡെറിവേഷൻസ് പറഞ്ഞു കഴിഞ്ഞു, തിയറി പാർട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, a particle is projected up into air from the point with a speed of 20 meters per second at an angle of projection 30 degree. What is the maximum height is reached? ഒരു ഒബ്ജക്റ്റ് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? എന്ത് ചെയ്യണം? മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എഴുതണം. h is equal to u square sin square theta divided by 2g. യുവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 20, തീറ്റയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 30 ഡിഗ്രി. രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 20 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8. 2 ഇൻറ്റു 9.8. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 5.1 മീറ്റർ. ഓക്കെ, ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ്
with a velocity of 30 meter per second. Find the maximum range. Take g is equal to 10 meter per second square. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയുടെ വാല്യൂ 9.8 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 9.8 എന്ന് എടുക്കണം. ഓക്കെ, അപ്പോ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് കിട്ടേണ്ടത്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? R is equal to u square by g. ഓക്കെ, R is equal to u square by g. അതെങ്ങനെയാണ് വന്നത്? അതായത് നിങ്ങൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ ഉണ്ട്, R is equal to u square sin 2 theta divided by g ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതിൽ സൈൻ തീറ്റയുടെ വാല്യൂ എപ്പോഴാണോ 1 ആകുന്നത് അപ്പോഴാണ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്നത്. ഇതിന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. യു സ്ക്വയർ ഇൻറ്റു 1 യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി, അതുപോലെ തന്നെ നിർത്തി. അതാണ് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി എന്ന് എഴുതിയത്. ഇവിടെയാണ് സാർ നേരത്തെ ചോദിച്ചാൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കണം എന്ന് ചോദിച്ചത്. അതിന്റെ വാല്യൂ എത്രയാണ്? 45 ഡിഗ്രി ആയിരിക്കണം കേട്ടോ. 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി എന്ന് എഴുതി. യുവിന് പകരം 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജിക്ക് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യുവിന്റെ സ്ക്വയർ അതായത് 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നു. 900 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 0, മുകളിലുള്ള 0യും താഴെയുള്ള 0യും തമ്മിൽ കട്ടായി. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നു. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 4 times മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞേക്കാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് 4 times മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈലിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്ന ആംഗിൾ സാർ ഇപ്പോൾ പറഞ്ഞോളൂ 45 ഡിഗ്രി ആണ്. അപ്പോൾ റേഞ്ചിന്റെ ഇക്വേഷൻ എഴുതി, ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഇനി ഈ തീറ്റക്ക് പകരം സാർ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 45 എത്രയാകും? 90 ആകും. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് ആറിന്റെ വാല്യൂ യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടിയത്. ഇതാണ് തൊട്ട് മുമ്പിൽ നമ്മൾ പ്രോബ്ലം ചെയ്തത്, ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആയ കേസ്. ക്ലിയർ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എഴുതി. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? h is equal to u square sin square theta divided by 2g. ഓക്കെ, u square sin square theta divided by 2g. ഇവിടെ എന്ത് ചെയ്യണം? തീറ്റയുടെ വാല്യൂ, ഓക്കെ, തീറ്റയുടെ വാല്യൂ എത്രയെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 45 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 45 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ 45ന്റെ വാല്യൂ, ഓക്കെ, സൈൻ 45ന്റെ വാല്യൂ മക്കൾ അറിഞ്ഞിരിക്കണം 1/√2 ആണ്. ഓക്കെ, 1/√2 ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/√2 ഒരെണ്ണവും കൂടി വരും. 1/√2 into 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, അപ്പോൾ 2 താഴേക്ക് വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ ബൈ ജി ഉണ്ടല്ലോ അല്ലെ, യു സ്ക്വയർ ബൈ 2g ഉണ്ട്. യു സ്ക്വയർ ബൈ 2g ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു 2 കൂടി വരുന്നു, യു സ്ക്വയർ ബൈ 4g എന്നാകും. ഓക്കെ, യു സ്ക്വയർ ബൈ 4g എന്നാകും. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷനിൽ യു സ്ക്വയർ ബൈ 2g ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഈ 2 കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ യു സ്ക്വയർ ബൈ 4g എന്നാകും. തുല്യമായില്ല? ഇപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ഒരെണ്ണം യു സ്ക്വയർ ബൈ ജി, എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 4g. ഇതിന്റെ 4 ഇരട്ടിയല്ലേ ഇത്. ഷോ ദാറ്റ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 4 times മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ. ഇത് യു സ്ക്വയർ ബൈ ജി, ഇത് യു സ്ക്വയർ ബൈ 4g. ഓക്കെ ആയില്ലേ? ഓക്കെ ആയില്ലേ? എല്ലാവർക്കും സെറ്റ് ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ബുള്ളറ്റ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 30 degree with the horizontal hit the ground 3 kilometer away by adjusting its angle of projection. Can one hope hit a target 5 kilometer away? തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 കിലോമീറ്റർ. നമ്മൾ എന്ത് ചെയ്യണം? അവനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ
3000 മീറ്റർ എന്ന് കിട്ടി. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എഴുതി u² sin 2θ ഡിവൈഡഡ് ബൈ g. ആറിന്റെ വാല്യൂ ഗിവൺ ആയതുകൊണ്ട് 3000 എഴുതി. u² അതുപോലെ തന്നെ എഴുതി. sin 2θ അതായത് sin 2 × 30 2 × 30 60 ആയതുകൊണ്ട് ആ വാല്യൂവും എഴുതി. ഓക്കെ, u²/g ആണ്. sin 60 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. sin 60 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ u²/g is equal to 3000 ഡിവൈഡഡ് ബൈ sin 60 എന്ന് കിട്ടും. ഇത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഇവൻ u²/g എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അവൻ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. നേരത്തെ കണ്ടുപിടിച്ച് u²/g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. u²/g is equal to 3000 ഡിവൈഡഡ് ബൈ sin 60. sin 60യുടെ വാല്യൂ മക്കൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഇട്ടാൽ മതി. sin 60യുടെ വാല്യൂ √3/2 ആണ്. √3/2 ആകുമ്പോൾ ഈ 2 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഓക്കെ, മുകളിലേക്ക് പോകും. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ 6000 ഡിവൈഡഡ് ബൈ 1.73 എന്ന് വരും. അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, 6000 ഡിവൈഡഡ് ബൈ √3യുടെ വാല്യൂ 1.73 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 346 മീറ്റർ അല്ലെങ്കിൽ 3.46 കിലോമീറ്റർ എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 0.15 kilogram is whirled with a velocity 2 meter per second using string of length 0.5 meter. Calculate the centripetal force. നമ്മളിപ്പോൾ പഠിച്ചോളൂ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. F is equal to mr omega square അല്ലെങ്കിൽ F is equal to mv square by r. മാസിന് പകരം തന്നിരിക്കുന്ന വാല്യൂ ആയ 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിക്ക് പകരം തന്നിരിക്കുന്ന വാല്യൂ ആയ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ആറിന് പകരം സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയ 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡയറക്ട്ലി 1.2 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. ഓക്കെ, എല്ലാം ഗിവൺ ആണ്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ ചാപ്റ്ററും സാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അതിന് മാത്രം ഇമ്പോർട്ടൻസ് വരാറില്ല. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്ടൈൽ മോഷനിലെ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, അതോടൊപ്പം തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, ഈ 3 കാര്യങ്ങളാണ്. പിന്നെ അതിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോ ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് പരാബോള. അവിടെ മക്കൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to പരാബോളയുടെ ഇക്വേഷൻ y is equal to ax plus or minus bx square ആണ്. പിന്നെ സർക്കുലർ മോഷനിലേക്ക് വരുമ്പോൾ v is equal to r omega, അതായത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അതോടൊപ്പം തന്നെ സെൻട്രിപെറ്റൽ ആക്സലറേഷനും സെൻട്രിപെറ്റൽ ഫോഴ്സും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് രണ്ടും പഠിക്കുക. പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ചിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്ന ആംഗിൾ ഓർത്ത് വെക്കുക 45 ഡിഗ്രി. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുമ്പോൾ ആറിന്റെ ഇക്വേഷൻ r is equal to u²/g. ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് പോലും മക്കൾക്ക് നഷ്ടപ്പെടാനില്ല. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് 1, 2, 3 പ്രാവശ്യം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഡെറിവേഷൻ ഒക്കെ വായിച്ചു പഠിക്കുന്നതിനേക്കാൾ ഉപരി ചെയ്ത് തന്നെ പഠിക്കുക. ചെയ്ത് പഠിക്കുമ്പോഴേ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡൗട്ട് വരുമ്പോൾ മാത്രം ബുക്ക് തുറന്ന് അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാ മക്കൾക്കും എക്സാമിന് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിന്നേഴ്സിന്റെ എല്ലാ ക്ലാസ്സും കേട്ടിരുന്ന എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. നന്ദി.